രാവിലെ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ വന്നപ്പോൾ ഞാൻ നടത്തിയ പ്രതികരണത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വളച്ചൊടിച്ച് നിങ്ങൾ വീണ്ടും ഒരു ചർച്ചയാക്കിയിരിക്കുകയാണ്. ഞാൻ ആധികാരികമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞത് പരാതിക്കാരിയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചപ്പോൾ, പരാതിക്കാരിയെക്കുറിച്ച് വിശദമായി നിങ്ങൾ വീണ്ടും വീണ്ടും പരാമർശിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കണം. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ നോക്കണം. മന്ത്രിമാരോടൊപ്പം അവർ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ? അതുപോലെ തന്നെ അവരുടെ മറ്റ് പല ഫോട്ടോസും പ്രസിദ്ധീകരിച്ചത് നിങ്ങളല്ലേ എന്നാ ഞാൻ ചോദിച്ചത്. അതായത് മന്ത്രിമാരോടൊപ്പം അവർ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു. ആരാ കൊടുത്തത്? നിങ്ങളല്ലേ? നിങ്ങൾക്കറിയില്ല ആരാ ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെ അല്ല, മന്ത്രിമാർക്കൊപ്പം അവർ നിൽക്കുന്ന ഫോട്ടോ അതല്ല ശരിയാ. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫോട്ടോസ് വരുന്നില്ലേ? അവരെ കുറിച്ച് അന്വേഷിക്കണ്ടേ? ആ രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടോ എന്ന് നോക്കണ്ടേ? ഇതിൽ ഗൂഢാലോചന ഉണ്ടോ നോക്കണ്ടേ പറഞ്ഞുള്ളൂ. ഒരിക്കലും പരാതി പറയുന്നവരെ പ്രതിസ്ഥാനത്ത് നിർത്തുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ ഒരു രീതിയല്ല. ഒരിക്കലും ഒരു വ്യക്തിയെ അപമാനിക്കുകയോ ആക്ഷേപിക്കുകയോ, വനിതയല്ല പുരുഷനെയോ അവമാനിക്കുന്ന ശൈലി എൻ്റെ ഇല്ല. എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ത്രീക്കെതിരായിട്ട് മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ആക്ഷേപം വളരെ ഗൗരവമായിട്ട് എടുക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അവർ പറഞ്ഞ പരാതി അത് പുകമറയാണ്. സത്യത്തിൽ രേഖാമൂലം ഒരു പരാതി ഇല്ലാതെ തന്നെ കോൺഗ്രസ് പാർട്ടി നടപടി എടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഗുരുതരമായ കുറ്റം നിയമവിരുദ്ധമായി ചെയ്താൽ ഒരിക്കലും അതിനെ ന്യായീകരിക്കില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ കൊടുത്തത് എന്താണ്? രാഹുലിനെ ന്യായീകരിച്ച് ശ്രീകണ്ഠൻ, രാഹുലിനെ സംരക്ഷിച്ച് ശ്രീകണ്ഠൻ, രാഹുലിനെ വെള്ളപൂശി ശ്രീകണ്ഠൻ. ഞാൻ എവിടെയാണ് പറഞ്ഞത്? ഞാൻ ഒരു വെള്ളയും പൂശിയിട്ടില്ല. ഒരു വ്യക്തിക്ക് കിട്ടേണ്ട നിയമപരമായിട്ടുള്ള സംരക്ഷണം അദ്ദേഹത്തിന് കിട്ടണം. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം അത് രേഖാമൂലമല്ല, നിയമവ്യവസ്ഥയുടെ മുമ്പിലല്ല, ഒരു പോലീസ് സ്റ്റേഷനിലല്ല. എന്നിട്ടും കോൺഗ്രസ് പാർട്ടി വളരെ പെട്ടെന്ന് തന്നെ നടപടി എടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം അത് നിയമപരമായ വ്യവസ്ഥയിലോ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പാകെ വന്ന് കുറ്റക്കാരനെന്ന് കണ്ടാൽ കർശനമായ നടപടി അത് വി കെ ശ്രീകണ്ഠനാണെങ്കിലും ഏത് ഉന്നത നേതാവാണെങ്കിലും അത് സ്വീകരിക്കുന്ന ഞാൻ പറഞ്ഞത്. ഞാൻ സ്വയമാണ് പറഞ്ഞത്. ഒരിക്കലും പരാതി പറയുന്നവരെയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നവരെ അപമാനിക്കൽ ഞങ്ങളുടെ സംസ്കാരമല്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും അത് എൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി ഞാനത് പിൻവലിച്ചിരിക്കുന്നു. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആര് പരാതി പറഞ്ഞാലും ആ പരാതിക്കാരെ ആക്ഷേപിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരിപാടിയില്ല. ഒരിക്കലും സ്ത്രീയോട് അപമാനമായിട്ടോ ആക്ഷേപമായിട്ടോ സംസാരിച്ച ചരിത്രം എൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് തെറ്റായി വാർത്ത കൊടുക്കരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രസിദ്ധീകരിച്ചല്ലോ എന്നാണ് ചോദിച്ചത്. മന്ത്രിമാരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ പറ. അപ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ട്, വ്യത്യസ്ത പാർട്ടിക്കാരുടെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. അതിൽ നിഗൂഢത ഉണ്ടാകാം, അത് ഗൂഢാലോചന ഉണ്ടാകാം, അത് അന്വേഷിക്കണം. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഒരു MLA-ക്കെതിരെ ആരോപണം വരുമ്പോൾ നിയമപരമായ വ്യവസ്ഥയിൽ കൊടുക്കാതെ, നീതിന്യായ പീഠത്തിന് മുമ്പിൽ പോകാതെ അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ? അതിന് സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? വ്യക്തിപരമായിട്ട് അത് തെറ്റായിട്ട് പറയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലും ചാനലിലും വന്നിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും പലതും വരും. അത് വന്നിട്ട് നിങ്ങൾ അതുപോലെയുള്ള അതിന് ഞാൻ പിന്തുണച്ചതല്ല, അതിനെ പിന്തുണച്ചതല്ല. ഈ ചോദ്യം നിങ്ങൾ അപ്പൊ ചോദിച്ചില്ലല്ലോ. എന്താണ് ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചോദിക്കുക, ഞങ്ങൾക്കൊന്നും പറയാൻ പാടില്ല. അതാണ് വ്യവസ്ഥ. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അതിനൊക്കെ മറുപടി പറയണ്ടല്ലോ. ഞാൻ ഒരിക്കലും ആ സ്ത്രീ പരാതി കൊടുത്തവരെ അപമാനിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഞാൻ ഖേദം പ്രകടിപ്പിക്കും. ചോദിക്കുന്നത് അർത്ഥനഗ്നമായി മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നില്ലേ എന്ന് പറയുമ്പോൾ അത് പരാതിയുടെ സമയത്ത് പറയുമ്പോൾ പരാതി പറഞ്ഞവരെ കുറിച്ച് പറയുമ്പോൾ നിക്ഷേപിക്കലാണ്. ഞാനിപ്പോ പറഞ്ഞല്ലോ, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിച്ചു എന്ന് പറഞ്ഞു. അല്ലല്ല നിങ്ങളാണ് ചർച്ചയാക്കിയത്. അത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കൊടുത്തില്ലെന്നാ ചോദിച്ചു. അപ്പൊ കൊടുത്ത നിങ്ങൾ വാദികളും പറഞ്ഞ ഞാൻ പ്രതിയാവൂ? അത് എവിടത്തെ നിങ്ങൾ കൊടുത്തതാണ്, നിങ്ങൾ ചാനലിന് കൊടുത്തതാണ്. നിങ്ങളെല്ലാ ദിവസവും ഇന്നലത്തെ മുഴുവൻ ചാനൽ നിങ്ങൾ നോക്ക്, നിങ്ങൾ കൊടുത്ത ഫോട്ടോ ആരോടൊപ്പം നിൽക്കുന്നതാണ്. അവര് മാംഗോ ഫെസ്റ്റിന് പോകുന്നത് നിങ്ങൾ കൊടുത്തു. ഇതെല്ലാം നിങ്ങൾ തന്നെ കൊടുത്ത്. അല്ല ഞാൻ നേരിട്ട് കണ്ടോ? ഞാൻ നിങ്ങൾ കൊടുത്തില്ലെന്നേ ചോദിച്ചുള്ളൂ. നിങ്ങൾ കൊടുത്തില്ലേ ഞാൻ ചോദിച്ചത് എന്താ കുഴപ്പം?
ഇനി ആ തരത്തിൽ അവർക്കത് എന്തെങ്കിലും തരത്തിൽ മാനസികമായിട്ട് തോന്നിച്ചാൽ ഞാൻ അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നോ സ്ത്രീകളെ മോശമായിട്ട് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ പൊതുജീവിതത്തിലില്ല ജീവിതത്തിലില്ല. അങ്ങനെ ഒരു പരാമർശം തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. അത് കോൺഗ്രസിന്റെ സംസ്കാരമല്ല, നയമല്ല. പരാതിക്കാരുടെ കൂടെയാണ്, അത് അന്വേഷിക്കും. അവർ നിയമവ്യവസ്ഥയിലോ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലോ പരാതി കൊടുത്ത് കുറ്റക്കാരാണെന്ന് കണ്ടാൽ ഏത് ഉന്നതനായാലും അവർക്കെതിരായിട്ടുള്ള നടപടിക്ക് ശക്തമായി ഞങ്ങൾ മുമ്പിലും. പറയുന്നത് വാർത്താ മാധ്യമങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത സാധനമാണ് സോഷ്യൽ മീഡിയയിൽ. അത് ഇനി ഞാൻ അതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നില്ല. കാരണം നിങ്ങളുടെ ചാനലുകളിൽ ഞാൻ കണ്ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും ഞാനായിട്ട് ഉണ്ടാക്കിയതല്ലോ. നിങ്ങളുടെ ചാനലിലും പത്രത്തിലും ഇത് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പല ചാനലിലും കൊടുത്തിട്ടുണ്ട്. ഞാനത് പരാമർശിച്ചു, ശരിയാണ്, ഞാൻ അത് പിൻവലിച്ചു. ഇന്നലെ യുവനടി പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കെതിരെ വലിയ തരത്തിൽ സൈബർ ആക്രമണം നടക്കുന്നു, ഇനിയും ഇത് തുടർന്നാൽ ഞാൻ ആ പേര് വേണമെങ്കിൽ വെളിപ്പെടുത്തുമെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത് വി കെ ശ്രീകണ്ഠൻ അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ആ പെൺകുട്ടിയെ കൊണ്ട് ആ പേര് പറയിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് അരമണിക്കൂർ ഇന്റർവ്യൂ നടത്തിയ ആൾക്കാരല്ലേ. എൻ്റെ ആ പരാമർശത്തിലോ പ്രതികരണത്തിലോ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ആർക്കും ഇപ്പോൾ ആക്ഷേപിക്കാം, അതിനെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുക, അതിനൊക്കെ എല്ലാവർക്കും അധികാരമുണ്ട്. ഞാൻ പാർട്ടിയുടെ സ്റ്റാൻഡാണ് പറഞ്ഞത്. പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതാക്കന്മാർ പ്രഖ്യാപിച്ചു. നിങ്ങൾ എന്നോട് പാലക്കാട്ടെ MP എന്നുള്ള നിലയ്ക്ക് പ്രതികരണം ചോദിച്ചപ്പോൾ പാലക്കാട്ടെ MLA ആണ് പ്രതിസ്ഥാനത്തുള്ളത്. സ്വാഭാവികമായിട്ട് എൻ്റെ പ്രതികരണം ഉണ്ടായി. അത് ഒരിക്കലും ന്യായീകരിച്ചിട്ടോ വെള്ളപൂശാനോ, അതും നിങ്ങൾ പറഞ്ഞല്ലോ, വെള്ളപൂശി ന്യായീകരിച്ചു, ഇത് നിങ്ങളുടെ ചാനലിൽ കൊടുത്തല്ലോ. ഞാൻ എന്ത് വെള്ളയെ പൂശിയത്? ഞാൻ പറഞ്ഞത് കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ ശക്തമായ നടപടി ഉണ്ടാവുന്ന പറഞ്ഞത്. ആര് പരാതി പറഞ്ഞാലും അവരുടെ മുഖം നോക്കാതെ നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞത്, അല്ല എൻ്റെ നിലപാടല്ല. പിന്നെ ഒരു പരാതിക്കാരിയും അപമാനിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നത് ഞങ്ങളുടെ നയമല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. എൻ്റെ ഭാഗത്ത് മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവില്ല. ആ കാര്യത്തിൽ സംശയം വേണ്ട. ഈ യുവതി VD സതീശന് ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങി കൊടുക്കുന്നു, കേക്ക് മുറിച്ച് വായിൽ വെച്ചു കൊടുക്കുന്നു. അങ്ങനെ VD സതീശനും VD സതീശന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഈ പരാതിക്കാരി. അത്തരം ഒരാളെ കുറിച്ചാണ് താങ്കൾ മന്ത്രിമാരുമായിട്ടാണ് ബന്ധം, അല്ലെങ്കിൽ മറ്റ് മോശമായ രീതിയിലുള്ള ഒരു പരാമർശം. അല്ല, അതൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഇതൊക്കെ പറയാം. നിങ്ങൾക്ക് ഇപ്പൊ ചോദിച്ചു VD സതീശനായിട്ട് കേക്ക് മുറിച്ചു വായിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. ഇതൊക്കെ നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു ഞാൻ പറയുമ്പോൾ എന്തായാലും തെറ്റുകയാണ്. നിങ്ങൾ അതെങ്ങനെ നിങ്ങൾ തെറ്റുകയാണ്? നിങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ് ഞാൻ കണ്ടത്, ഒരിക്കലും ഞാനായിട്ട് പറഞ്ഞതല്ല, ഒരു ആരോപണം പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ നിങ്ങൾ കൊടുത്തതാണ്. ഞാനത് സ്വാഭാവികമായിട്ട് പറഞ്ഞല്ലോ. ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു. ഒരു പരാതിക്കാരിയും ഒരു സ്ത്രീയും അവമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ നയമല്ല. മനസ്സിലായോ? അത് എന്ത് പിൻവലിച്ചു എന്ന് പറഞ്ഞല്ലോ. 3 പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾക്ക് എന്താ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കണോ? നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടായിരുന്നോ? ആവർത്തിച്ച് ഞാൻ പറഞ്ഞോട്ടെ. ഈ ഒരു പ്രതികരണം വന്ന ശേഷം പല ഭാഗത്തുനിന്നും വിളി വന്നത് എന്താ പറയുക, VK ശ്രീകണ്ഠൻ ഇത് മനഃപൂർവ്വം പറഞ്ഞതാണോ? ആ പെൺകുട്ടിയെ കൊണ്ട് പേര് വെളിപ്പെടുത്തിപ്പിക്കാനാണോ? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ VD സതീശൻ പറഞ്ഞത് അതിലപ്പുറം വ്യാഖ്യാനിക്കുക. കാരണം എന്താ, നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് പല വ്യാഖ്യാനം പറയും. ആടിനെ പട്ടിയാക്കുന്നു കോഴിയാക്കുന്നതൊക്കെ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ വളരെ വ്യക്തമായി മറുപടി പറഞ്ഞാണ് വിശ്വസിക്കുന്നത്. പരാതിക്കാരുടെ കൂടെയാണ്. ആ പരാതി അന്വേഷിക്കും. നിയമപരമായ വ്യവസ്ഥയിൽ ഇന്ന് വരെ ഒരു പരാതി കിട്ടിയിട്ടില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടിയില്ല. നിങ്ങൾ പരാതിക്കാരി എന്ന് പറയുന്നുണ്ടല്ലോ. നിയമവ്യവസ്ഥയിൽ എവിടെയാണ് പരാതി അവർ കൊടുത്തിട്ടുള്ളത്? ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചത് അന്വേഷിക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാനല്ല തീരുമാനിക്കേണ്ടത്. എന്നോട് പ്രതികരണം ചോദിച്ചപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയെക്കുറിച്ചും അപമാനിച്ചോ അവഹേളിച്ചോ പറയാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ വീണ്ടും വീണ്ടും അതിനു വേണ്ടി വാദിക്കണം എന്തിനാ? നിങ്ങളിപ്പോൾ VD സതീശനെ കുറിച്ച് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പറയോ അങ്ങനെ? നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് പറഞ്ഞത്? നിങ്ങൾ ചാനലിൽ കണ്ടിട്ടല്ലേ പറഞ്ഞത്? നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടല്ലേ പറഞ്ഞത്? അപ്പം നിങ്ങൾക്കുള്ള വ്യക്തി സ്വാതന്ത്ര്യം എനിക്കുള്ളതുകൊണ്ട് നിങ്ങൾ കൊടുത്തില്ലേന്ന് ഞാൻ ചോദിച്ചു. അതിലെന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് പിൻവലിച്ചു. ഈ തർക്കത്തിനും ഒക്കെ ശേഷം ഈ വിവാദങ്ങൾക്ക് ശേഷം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെ ബന്ധപ്പെടാൻ വിളിച്ചു. അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമില്ല. അപ്പോൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഞാൻ എല്ലാവരും ബന്ധപ്പെടാറുണ്ട്, എല്ലാവരോടും സംസാരിക്കും. എന്താണ് കാര്യം അന്വേഷിക്കാൻ വേണ്ടിയുള്ള വിളി ഉണ്ടായി. അതൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് രാജിവെക്കാനുള്ള തീരുമാനം എടുത്തത്.
അങ്ങയുടെ ഈ പരാമർശത്തിന് പിന്നിൽ ഇപ്പോൾ പത്മജ വേണുഗോപാൽ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. വി കെ ശ്രീകണ്ഠന്റെ പ്രസ്ഥാനം ഞെട്ടിച്ചു. ശ്രീകണ്ഠൻ ഇത്തരമുള്ള ഒരാളായിരുന്നില്ല, ആരുടെയൊക്കെ വലയിൽപ്പെട്ടു പോയാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയെന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത്. ഇതൊക്കെ അവരുടെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ അവരായിട്ടൊക്കെ നല്ല ബന്ധം, അവരായിട്ടൊക്കെ നല്ല കുടുംബ ബന്ധം, അവരോട് ചോദിച്ചാൽ അറിയാം. അങ്ങനെയുള്ള ആളായിരുന്നില്ല, അങ്ങനെയുള്ള ആളല്ല. അതേന്ന് അതിനൊക്കെയുള്ള മറുപടിയാണ് ഞാനിപ്പോ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ ഇനി ഇത് അരമണിക്കൂർ ചർച്ച വേണോ? നിങ്ങൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ കൊടുത്ത വാർത്ത കണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ സംസാരിച്ചതിനെ ഞാൻ ചാനലുകാർ കൊടുത്തില്ലേ, മന്ത്രിമാരോടൊപ്പം നിൽക്കുന്നത് നിങ്ങളല്ലേ കൊടുത്തതെന്ന് ചോദിച്ചത്. അല്ല ഞാൻ കൊടുത്തു എന്നാ പറഞ്ഞത്. നിങ്ങൾ കൊടുത്തത് നിങ്ങളല്ലേ കൊടുത്തത്. നിങ്ങൾ കൊടുത്തിട്ടില്ലേ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ ചാനലിൽ? അപ്പോൾ അവരുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇറക്കിയത് നിങ്ങളല്ലേ. അപ്പോൾ അതിന് നിങ്ങൾക്കൊന്നും ഒരു ഉത്തരവാദിത്വമില്ല. അത് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ചെയ്തത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇനി അതിൽ എന്തെങ്കിലും വിഷമം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പിൻവലിച്ചു. കോൺഗ്രസിൻ്റെ സംസ്കാരമല്ല, ഞാനത് തുടരുന്ന ആളുമല്ല, അത്തരത്തിൽ ആരെയും അവമാനിച്ചിട്ടുമില്ല, അവമാനിക്കുമില്ല. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഓക്കെ, മന്ത്രി ശിവൻകുട്ടിന്റെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കും ശിവൻകുട്ടി എന്താ അവർ കൊണ്ട് മടക്കി കൂട്ടിയിട്ട് മന്ത്രിമാർക്കുള്ള ചിത്രങ്ങൾ പുറത്തുവിടണം താങ്ക് യു പറഞ്ഞ് പറയേണ്ടത് പറഞ്ഞു.